അതുകൊണ്ട് സന്ധ്യയ്ക്ക് ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ നിലവിളക്കിൻ്റെ സമീപത്ത് ഇരുന്നിട്ട് നേരെ ഈ നാമങ്ങളാണ് ജപിക്കേണ്ടത്. ഓം നമഃ ശിവായ. സന്ധ്യാനാമം എന്ന് പറയുമ്പോൾ സന്ധ്യാനാമത്തിൽ ഉൾപ്പെടുത്താവുന്നതായിരിക്കുന്ന നാമങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, അതൊന്ന് നേരെ രാമനാമം ആണ്, അല്ലെങ്കിൽ ശിവനാമം. അതാണ് ശിവസന്ധ്യാനാമങ്ങളുണ്ട്, രാമനാമങ്ങളുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നേരെ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്താണ് രാമനാമം ജപിക്കുക. ത്രിസന്ധ്യാ നേരത്തെ രാമനാമം ജപിക്കാറില്ല. കാരണം ത്രിസന്ധ്യയ്ക്ക് ആഞ്ജനേയൻ സന്ധ്യാവന്ദനം ചെയ്യുന്നു. അതുകൊണ്ട് നേരെ രാമനാമം ജപിച്ചാൽ ആഞ്ജനേയൻ അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരും, അങ്ങനെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ ത്രിസന്ധ്യയിൽ നമ്മൾ ജപിക്കാനായിട്ട്, സന്ധ്യയുടെ പകലും രാത്രിയും കൂടി ചേരണതായിരിക്കണം സന്ധി, അതാണ് സന്ധ്യ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ജപിക്കേണ്ടതായിരിക്കുന്നത് നേരെ ശിവനാമങ്ങളാണ് ജപിക്കേണ്ടത്. അതിൽ പ്രധാനം പഞ്ചാക്ഷരമാണ്, അതാണ് നമഃശിവായ. പിന്നെ ശിവകീർത്തനങ്ങൾ ജപിക്കേണ്ടതാണ്. അപ്പോൾ ശിവകീർത്തനങ്ങൾ ധാരാളം ശിവകീർത്തനങ്ങളുണ്ട്. ശംഭോ ശങ്കര ഗൗരീശ, സാംബ സദാശിവ ഗൗരീശ, ഇങ്ങനെ ധാരാളം നാമങ്ങളുടെ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ കാരണം നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ ഈ ശിവനാമങ്ങൾ ജപിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന പ്രത്യേകത എന്താണ്? സന്ധ്യാസമയത്ത്, അതപ്പോൾ നമ്മുടെ പ്രാചീന സമ്പ്രദായ പ്രകാരം സന്ധ്യാസമയത്ത് ശിവപാർവതിമാർ എല്ലാ വീടുകളിലും ഇങ്ങനെ സഞ്ചരിക്കുന്നു എന്നാണ് പുരാണങ്ങൾ പറയാം. അപ്പോൾ ശിവനും പാർവതിയും ഇങ്ങനെ ഗണങ്ങളുണ്ടാവും, ശിവനും പാർവതിയും ശിവൻ്റെ ഗണങ്ങളുണ്ടാവും. അവരിങ്ങനെ എല്ലാ വീടുകളിലും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൈകാൽ മുഖമൊക്കെ കഴുകി വിളക്ക് കൊടുത്തിട്ട് ഇരുന്ന് ശിവനാമങ്ങൾ ജപിച്ചാൽ ശിവനും പാർവതിക്കും ഗണങ്ങൾക്കൊക്കെ സന്തുഷ്ടാകും. എല്ലാ ഭൂത പ്രേതപിശാചികളും രോഗങ്ങളും അതേപോലെ തന്നെ നേരെ ശിവപാർവതിമാർ വന്ന് സന്തുഷ്ടമായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങനെ പോകും. അതുകൊണ്ട് സന്ധ്യയ്ക്ക് ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ നിലവിളക്കിൻ്റെ സമീപത്ത് ഇരുന്നിട്ട് നേരെ ഈ നാമങ്ങളാണ് ജപിക്കേണ്ടത്. അതാണ് നേരെ ശിവനാമങ്ങൾ, ശിവപഞ്ചാക്ഷരി ജപിക്കണം. അപ്പോൾ ശിവപഞ്ചാക്ഷരി ജപിച്ചു കഴിഞ്ഞാൽ ശംഭോ ശങ്കര ഗൗരീശ, സാംബ സദാശിവ ഗൗരീശ, ഇങ്ങനെയുള്ള നാമങ്ങളുണ്ട്. നാമങ്ങൾക്കാണ് പ്രാധാന്യം. അത് ജപിച്ചു കഴിഞ്ഞാൽ ശിവനും പാർവതിയൊക്കെ തന്നെ സന്തുഷ്ടരായിട്ട് പോകുന്നു. അപ്പം അങ്ങനെ സന്തുഷ്ടരായിട്ട് പോയിട്ട് നേരെ അവർ പോകും. അപ്പം നമുക്ക് യാതൊരു ദോഷങ്ങളുണ്ടാവില്ല. ശിവനും പാർവതിയും വന്നു കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാകും, കുടുംബജീവിതം സന്തുഷ്ടാകും, മക്കൾക്കൊക്കെ ഐശ്വര്യം ഉണ്ടാകും. അതാണുള്ളത്. അതല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്താണ് നമ്മൾ രാമനാമത്തെക്കുറിച്ച് പറയാം. സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ നേരെ നമഃശിവായ ജപിക്കണം. അതാണ് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ട് വിളക്കിൻ്റെ സമീപത്തിരുന്ന് ജപിക്കണം. വിളക്കിൻ്റെ സമീപത്ത് തന്നെ ജപിക്കണം. കാരണം അപ്പോൾ ആ സമയത്താണ് പാർവതീ പരമേശ്വരന്മാർ നേരെ രുദ്രനും രുദ്രായിണിയും, അല്ലെങ്കിൽ രുദ്രനും രുദ്രഭഗവതിയും, അവർ രുദ്രനും അല്ലെങ്കിൽ പാർവതിയും കൂടിയിട്ട് നേരെ നമ്മുടെ ഗൃഹത്തിലെത്തും. അവർ ആ വിളക്കിൻ്റെ സമീപത്ത് കുറച്ച് നേരം ഇരിക്കും. അവരുടെ സാന്നിധ്യമുണ്ട്, അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നേരെ വിളക്ക് കൊളുത്തിയാൽ ശിവനാമങ്ങൾ ജപിക്കണം എന്നാണ് പറയുന്നത്.